നിങ്ങൾ ക്ഷമിക്കണം. എന്ത് പരീക്ഷണങ്ങൾ വന്നാലും, എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും, ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളിൽ, ദുനിയാവിന്റെ ബുദ്ധിമുട്ടുകളിൽ, എല്ലാ ബുദ്ധിമുട്ടുകളിലും നിങ്ങൾ ക്ഷമിക്കണം. മുഅ്മിനീങ്ങളെ, നിങ്ങൾ ക്ഷമാശീലരാവണം. സദാസമയവും ക്ഷമ കൈക്കൊള്ളുന്ന ആളുകളായി നിങ്ങൾ മാറണം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയാണ്, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. എന്നിട്ട് അല്ലാഹു പറയുന്നു, അസത്യത്തിനെതിരെ നിങ്ങൾ ധർമ്മസമരവുമായിട്ട്, പ്രതിരോധവുമായിട്ട് നിങ്ങൾ മുന്നോട്ട് വരണം. അസത്യത്തിനെതിരെ നിങ്ങൾ പോരാടണം. നിങ്ങൾ സജ്ജരായി നിങ്ങൾ മാറണം എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫിൽ അല്ലാഹു പറയാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു നിർത്തുന്നത്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാകണം. നിങ്ങൾ തഖ്വയുള്ളവരായി മാറണം. ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലാഹു ആ ആയത്ത് നിർത്തുന്നത്, നിങ്ങൾ തഖ്വയുള്ളവരായി, ഭയഭക്തിയുള്ളവരായി നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് വിജയം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് നാം ജുമുഅ ഖുതുബയിൽ കേട്ട ആ ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹു പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയെ മുറുകെ പിടിച്ചുകൊണ്ട്, തഖ്വയുടെ ഇബാദത്തുകൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഖുതുബയിൽ നാം കേട്ടു, പരിശുദ്ധമായിരിക്കുന്ന ജുമുഅ ഖുതുബയിൽ ഇബാദല്ലാഹ് ഹാദാ ശഹ്റുൻ ലില്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളെ, ഇത് അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട മാസമാണ്. ആ മാസത്തിൽ ഫീ കുല്ലി ലൈലത്തിൻ മിൻഹു ഉലൂഫു അദീഖിൻ മിനൻ നീറാൻ. പരിശുദ്ധമാക്കപ്പെട്ട ഹദീസുകളുടെ വെളിച്ചത്തിൽ, അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചല്ലോ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എല്ലാ റമദാനിന്റെ എല്ലാ രാത്രിയിലും, റമദാൻ മാസം അവസാനിക്കുന്നത് വരേക്കും എല്ലാ രാത്രിയിലും ഉലൂഫു അദീഖിൻ മിനൻ നീറാൻ, ആയിരം അല്ലാഹുവിന്റെ അടിമകളെ അല്ലാഹു ഇദ്ദത്ത് ചൊല്ലി നരകത്തിൽ നിന്ന് മുത്തഖാവുകളായി, മുത്തഖാവും മിനന്നാറായി നരകമോചിതരാക്കിക്കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗ്ഗാവകാശികളാക്കി അല്ലാഹു മാറ്റും. ഓരോ രാത്രിയിലും റമദാൻ 30 ദിവസമാണെങ്കിൽ 30 ദിവസവും ഓരോ രാത്രിയിലും ആയിരം ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗാവകാശികളാക്കി നരകത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് അല്ലാഹു സ്വർഗ്ഗം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ശരീഫിൽ നമ്മോട് വിട പറയാൻ ഏതാനും ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ ചില ഖുതുബകളിലൊക്കെ നമ്മൾ റമദാന്റെ അവസാന ഭാഗങ്ങളിൽ കേൾക്കും, അസ്സലാമു അലൈക യാ ശഹ്റ റമദാൻ. റമദാൻ മാസത്തോടെ സലാം പറയൽ ശരിക്കും നിർബന്ധമുണ്ടോ? ഖുതുബയിൽ നിർബന്ധമുള്ള കാര്യമാണോ? അത് ഫർളുള്ള കാര്യമല്ല. എന്നാൽ സുന്നത്തുണ്ടോ? ജുമുഅ ഖുതുബയിൽ അങ്ങനെ ഒരു സുന്നത്തും ഇല്ല. എങ്കിലും അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഈ റമദാൻ മാസത്തെ ബഹുമാനിച്ചുകൊണ്ട്, അതിനെ വളരെ ആദരവ് നൽകിക്കൊണ്ട്, അതിന്റെ അവസാനത്തെ ആഴ്ചകളിലൊക്കെ ഖതീബുമാർ മിമ്പറുകളിൽ നിന്നുകൊണ്ട് സലാം പറഞ്ഞ് റമദാനിനെ യാത്ര ചൊല്ലി അയക്കാറുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എത്ര യാത്ര അയപ്പുകൾ നമ്മൾ പരിശുദ്ധമാക്കപ്പെട്ട റമദാനിന് നൽകിയിട്ടുണ്ട്. എത്ര വർഷങ്ങൾ നാം ഈ ജീവിച്ചിരിക്കുന്ന ആളുകളാണല്ലോ നമ്മൾ. നമ്മളെ കൂടെ ജീവിച്ചിരുന്ന ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി. കഴിഞ്ഞ റമദാനിന്റെ അവസാനങ്ങളിലൊക്കെ റമദാനോട് യാത്ര പറഞ്ഞ ആളുകൾ ആ യാത്രയിലൊക്കെ പോയി. അല്ലാഹുവിന്റെ അടുക്കലാണ് അവരുള്ളത്. പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ശരീഫ് വിട പറഞ്ഞു പോകുമ്പോ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ഇബാദത്തുകള്, നമ്മുടെ നോമ്പുകള്, നമ്മുടെ നിസ്കാരങ്ങള്, നമ്മുടെ സ്വാലിഹായ അമലുകൾ മുൻനിർത്തിക്കൊണ്ട് ജഗന്നിയന്താവായ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ദുആ ചെയ്യുമല്ലോ. പടച്ചോനേ,
ഈ പരിശുദ്ധമാകപ്പെട്ട മാസം റമദാൻ എന്റെ ജീവിതത്തിലെ അവസാന റമദാനാക്കല്ല അല്ലാഹ്. ഇനിയും ഒരുപാട് റമദാനുകളെ സ്വാഗതം ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ അല്ലാഹ്. ഇത് നമ്മൾ ദുആ ചെയ്യുമല്ലോ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ദുആ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി ഒരുപാട് റമദാനുകളെ സ്വാഗതം ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പക്ഷേ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ശരീഫ് കിട്ടിയിട്ടും റമദാനിൽ ഒരു മനുഷ്യന് ജീവിക്കാൻ അവസരമുണ്ടായിട്ടും അവന് നന്നാകാൻ സാധിച്ചില്ലെങ്കിൽ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ വിടകളഞ്ഞു പോകുമ്പോ ഇനി ഒരു റമദാൻ അവനിലേക്ക് വരുമോ എന്ന് പോലും അറിയാത്ത, ഗ്യാരണ്ടി ഇല്ലാത്ത ആയുസ്സുമായി ജീവിക്കുന്ന മനുഷ്യരായ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൂടുതൽ കൂടുതൽ അല്ലാഹുവിലേക്ക് ഇബാദത്തുകൾ കൊണ്ടടുക്കേണ്ട സമയങ്ങളാണ് മുഅ്മിനീങ്ങളെ. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസാണ് നമ്മൾ കേട്ടത്. ഖുതുബയിൽ എന്താണ് ഹദീസ്? മൻ മാത വഅലൈഹി സിയാമു ശഹീദ് റമളാൻ ഫൽയത്ഉം അൻഹു മകാന കുല്ലി യൗമിൻ മിസ്കീൻ. ഇതിന്റെ സാരം എന്താണ്? ഒരാൾ മരണപ്പെട്ടു, അയാളുടെ മേലിൽ റമദാനിലെ ഫർളാക്കപ്പെട്ട നോമ്പ് കടമുണ്ട്. അല്ലാഹുവിനെ നോമ്പെടുക്കാൻ കഴിയാതെയാണ് അയാൾ മരണപ്പെട്ടത്. അയാളുടെ മേലിൽ നോമ്പ് ബാക്കിയുണ്ട്. അങ്ങനെ ഫർളാക്കപ്പെട്ട നോമ്പ് ബാക്കി നിൽക്കെ മരണപ്പെട്ട ഒരു വ്യക്തിയുടെ മേൽ എത്ര നോമ്പുകളാണോ ആ മരണപ്പെട്ട വ്യക്തിക്കുള്ളത് അത്രയും നോമ്പുകളുടെ എണ്ണം കണക്കനുസരിച്ചുകൊണ്ട് മിസ്കീനിനെ ഭക്ഷിപ്പിക്കണം. അതായത് ഓരോ നോമ്പിലും ഒരു മുത്ത് വീതം നൽകണമെന്ന് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. നമ്മുടെ ഫിഖ്, നമ്മുടെ കർമ്മശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. നമ്മൾ നൽകാറുണ്ട്, നമ്മുടെ നാടുകളൊക്കെ നൽകാറുണ്ട്. വയ്യാത്ത ആളുകള്, രോഗികളായ ആളുകള്, നോമ്പെടുക്കാൻ കഴിയാത്തവര്, നോമ്പ് വിട്ടുപോയവര്, ഇതുപോലെ മരണപ്പെട്ടവർക്കൊക്കെ വേണ്ടി ഫുഡ് നമ്മൾ കൊടുക്കാറുണ്ട്. ആ ഒരു കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസാണ് നമ്മൾ കേട്ടത്. അത്രത്തോളം പരിശുദ്ധമായ ഒരു കർമ്മമായി പരിശുദ്ധമാക്കപ്പെട്ട നോമ്പിനെ അല്ലാഹുവിന്റെ അടുക്കൽ അല്ലാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എങ്കിൽ മറ്റൊരു ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു പറയുന്നുണ്ട്, നോമ്പ് അസ്സൗമുലി, നോമ്പ് എനിക്കുള്ളതാണ്. ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നവൻ. നോമ്പിന്റെ പ്രതിഫലം എന്താണ് എന്ന് അല്ലാഹു പറഞ്ഞില്ല. നോമ്പിന്റെ പ്രതിഫലം അല്ലാഹുവിന്റെ അല്ലാതെ മറ്റൊന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം നോമ്പെടുക്കുന്നവരായ ആളുകൾക്ക് അല്ലാഹു നൽകുന്ന പദവികൾ അത്ര വലുതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നോമ്പെടുത്തുകൊണ്ട് ഒരു നോമ്പുകാരനായ വ്യക്തി അവന്റെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, ചീത്ത വാക്കുകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും അവന് വിട്ടു നിൽക്കാൻ കഴിയാത്ത ഒരാൾ നോമ്പെടുക്കുന്നതിൽ, അവൻ ഭക്ഷണവും വെള്ളവും ഉപേക്ഷിക്കുന്നതിലൊന്നും അല്ലാഹുവിന് യാതൊരു ഒരു കാര്യവുമില്ല. അല്ലാഹുവിന് അവന് നോമ്പ് വേണ്ട. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് അടുപ്പിക്കാൻ, ആത്മീയമായി ഒരു പരിവർത്തനം നടത്താൻ, ആത്മീയമായി ഒരു ശുദ്ധി വരുത്താനാണ് പരിശുദ്ധമാക്കപ്പെട്ട ഈ മാസത്തെ അല്ലാഹു നമുക്ക് സംവിധാനിച്ചു തന്നിട്ടുള്ളത്. അല്ലേ? നമ്മളൊക്കെ ഓരോ കാര്യങ്ങൾ നമ്മൾ അറിയുന്നവരാണ്. ഓരോ തറാവീഹിന്റെ ഒക്കെ പ്രതിഫലം നമ്മുടെ മൊബൈലുകളിൽ, ഓരോ പ്രസംഗങ്ങളിൽ ഒക്കെ ഉസ്താദുമാരിൽ നിന്ന് നമ്മൾ കേൾക്കുന്നവരാണ്. ഓരോ 30 ദിവസത്തെ തറാവീഹിലും ഓരോ പ്രതിഫലമാണ്. അപ്പോ അത്രയേറെ പ്രതിഫലങ്ങൾ നൽകുന്ന, സുന്നത്ത് ചെയ്തു കഴിഞ്ഞാൽ ഫർദിന്റെ കൂലി കിട്ടുന്ന, ഫർദുകൾ ചെയ്തു കഴിഞ്ഞാൽ ഇരട്ടിയിലേറെ പ്രതിഫലങ്ങൾ ലഭിക്കുന്ന ഒരു രാവ്, പകലുകളൊക്കെ പരിശുദ്ധ റമദാനിൽ മാത്രമാണുള്ളത്. ഇന്നലെ കഴിഞ്ഞു പോയത് 23-ാം രാവാണ്. മഹാന്മാര് പറയുന്നുണ്ട് 23-ാം രാവ് വെള്ളിയാഴ്ച രാവും, 23-ാം മറ്റേട്ട് രാവുകളിൽ വെള്ളിയാഴ്ച രാവ് കടന്നു വന്നാൽ അന്ന് കൂടുതൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കണമെന്ന്
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളൊക്കെ വെളിച്ചത്തിൽ മഹാന്മാർ രേഖപ്പെടുത്തുമ്പോൾ ഇനിയുമുണ്ട് നമുക്ക് പ്രതീക്ഷ തരുന്ന രാവുകൾ. മറ്റേട്ട് രാവുകൾ 25-ാം രാവ്, 27-ാം രാവ്, 29-ാം രാവൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദറിന്റെ പുണ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഈമാനോടുകൂടെയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ നോമ്പെടുത്തു കഴിഞ്ഞാൽ അവന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും എന്നുള്ള വലിയ മഹത്വം നിറഞ്ഞ പരിശുദ്ധമാക്കപ്പെട്ട നോമ്പെടുക്കുന്നവരായ നോമ്പുകാരായ നമുക്കൊക്കെ ആ പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ പൊറുക്കപ്പെട്ട ആ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടവരായിക്കൊണ്ട് ഒരു ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെ ഈ പരിശുദ്ധ റമദാൻ കഴിഞ്ഞു പോകുമ്പോ പാപങ്ങളിൽ നിന്നെല്ലാം മുക്തരായി സർവ്വവിധ പാപങ്ങളും പുറത്തുകൊണ്ട് എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തി നേടിക്കൊണ്ട് പുതിയൊരു ജീവിതം അല്ലാഹുവിലേക്ക് അടുക്കുവാൻ, പുതിയൊരു ജീവിതം തുടങ്ങുവാൻ, ആത്മീയമായി ഉണർവും ആത്മീയമായിട്ട് അല്ലാഹുവിലേക്ക് അടുക്കുവാനുള്ള തൗഫീഖും അല്ലാഹു എനിക്കും നിങ്ങൾക്കും നമ്മുടെ കൂട്ടു കുടുംബങ്ങൾക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നത്തെ